ദി കേരള സ്റ്റോറി ഇടുക്കി രൂപതയുടെ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി പ്രദർശിപ്പിച്ചത് അതിന് ന്യായമായി പറഞ്ഞത് ബോധവൽക്കരണത്തിനാണ് എന്നാണ്. വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു. അതിന് തൊട്ടുപുറകെ ഇപ്പോൾ താമരശ്ശേരി രൂപത അത് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു. കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് പ്രദർശിപ്പിക്കുന്നത് എന്നവർ പറയുന്നു. ഇതേപോലെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കേണ്ടതാണ് എന്നാണ് താമരശ്ശേരി രൂപതയുടെ വിശദീകരണം. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അല്ലെങ്കിൽ പോലും ദ കേരള സ്റ്റോറി പോലുള്ളൊരു നുണയുടെ പ്രചാരണത്തിന് വേണ്ടി എടുത്ത സിനിമ, അത് വർഗീയ വിദ്വേഷം വളർത്താൻ പാകത്തിൽ ചിത്രീകരിച്ച ഒരു സിനിമ, അത് പ്രദർശിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രൂപതകൾ എന്തിന് ഈ ശ്രമത്തിനിറങ്ങുന്നു എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ആദ്യം ശ്രീ കെ ജെ ജേക്കബ്, നമ്മൾ ഇത്തരം ഒരു സിനിമ ബോധവൽക്കരണത്തിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വാസയോഗ്യമായൊരു വിശദീകരണമാണ്? എനിക്ക് തോന്നുന്നു ഇതിന്റെ സംഘാടകർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബോധവൽക്കരണമാണെങ്കിൽ അത് വളരെ കറക്റ്റാണ്. കാരണം ഇതിൻ്റെ അകത്ത് വസ്തുതകൾ നോക്കിയാൽ കേരളത്തിൽ നിന്ന് 3 പെൺകുട്ടികൾ അവർ മതം മാറി ഈ പലതരത്തിലുള്ള തീവ്രവാദികൾക്കൊപ്പം പല സ്ഥലങ്ങളിലേക്ക് പോയതായിട്ട് നമുക്കറിയാം. സിനിമയ്ക്കകത്ത് പറയുന്നത് 32,000 പേര് അങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 1% ശരിയും 99% നുണയുമായിട്ടുള്ള ഒരു കഥ. ആ കഥ വെച്ചിട്ടാണ് കേരളത്തിലെ വിശ്വാസികളെ ബോധവൽക്കരിക്കേണ്ടത് എന്ന് കേരളത്തിലെ മതാധ്യക്ഷന്മാർ തീരുമാനിച്ചാൽ നമുക്കതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയും. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഓരോരുത്തർക്കും അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നുണ പറഞ്ഞ് അനുയായികളെ ബോധവൽക്കരിക്കാനാണ് കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ തീരുമാനമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാനുള്ളത് അല്ലേ നമ്മൾ പറയേണ്ടതുള്ളൂ. കേരളത്തിലെ സെക്യുലർ സമൂഹത്തിന് അതിന്റെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങളുമായി മല്ലിടുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നുണക്കഥയാണ്. ആ കഥയും കേരളത്തിലെ ഒരു വിഭാഗം സഭാ മേധാവികളും വിശ്വസിക്കുന്ന ബോധവൽക്കരണ ടൂൾ ഈ സിനിമയും തമ്മിൽ, ആ സിനിമ മുമ്പോട്ട് വെക്കുന്ന വെറുപ്പ് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്, വലിയൊരു വിടവുണ്ട്. ആ വിടവ് നമ്മൾ ഒരു 1-2 നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ സാമൂഹ്യ ബോധം കൊണ്ടുണ്ടായ വിടവാണ്. അതുകൊണ്ട് ഐ എം നോട്ട് ടു മച്ച് ബോധേഡ് അബൌട്ട് ഇറ്റ്. ഇതിൻ്റെ അകത്തുള്ള സത്യവും മിഥ്യയും നുണയും ബോധവൽക്കരണവും ഒക്കെ തിരിച്ചറിയാൻ പാകത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റലുള്ള മനുഷ്യർ തന്നെയാണ് നമ്മൾ മലയാളികൾ എന്നുള്ള തോന്നൽ ആണ് എനിക്കുള്ളത്. അതുകൊണ്ട് കുറച്ചു പേർ ഒരു നുണക്കഥ പറയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നുണ പറയാനുള്ള സ്വാതന്ത്ര്യം കൂടിയുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. I am not much bothered about that. റൈറ്റ്. ഈ നുണക്കഥയാണ് അതിൽ തർക്കമില്ല. ഈ നുണ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മുതൽ ഇതിൻ്റെ പ്രചരണത്തിന് ഈ സഭാ നേതൃത്വം ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന നുണ പൊട്ടി മുളപ്പിച്ച് അത് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത് KCBCയുടെ മുഖമാസിക ഇത് യാഥാർത്ഥ്യമാണ് എന്ന് അവരുടെ മുഖമാസികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അന്നു മുതലുണ്ട്. അതങ്ങനെ എന്താ പറയുക, ഇത് നുണയാണ് പ്രചരിപ്പിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ ആ നുണ ആളുകൾ മനസ്സിലാക്കും, അങ്ങനെ ഒരു കാലത്ത് തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്? CL തോമസ്, ഇത് നുണ ആളുകൾ മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ എമ്പാടും ആളുകൾക്ക് ലഭ്യമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടുക്കി രൂപതയിലെ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി ഇത് പ്രദർശിപ്പിക്കുകയും അത് ബോധവൽക്കരണത്തിനാണെന്ന് ഇടുക്കി രൂപതയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഫാദർ ജിൻസ് കാരക്കാട്ട് പറയുകയും ചെയ്ത സാഹചര്യം ഒന്ന് നമ്മൾ കാണേണ്ടതാണ്. എന്താണ് നിങ്ങൾ ബോധവൽക്കരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം. എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബോധവൽക്കരണം? നമുക്കറിയാം, നമ്മുടേത് ഒരു ബഹുസ്വര സമൂഹമാണ്. മത തീവ്രവാദികൾ അല്ലെങ്കിൽ മതാധിഷ്ഠാനത്തിൽ ഈ സമൂഹത്തെ ധ്രുവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിൽ താല്പര്യമുള്ളവരെമ്പാടും നടത്തിയിട്ടും ഇപ്പോഴും നമ്മുടെ സമൂഹം, കേരള സമൂഹം, ഒരു ബഹുസ്വര സമൂഹമായി, മതേതര സമൂഹമായി, പരസ്പരം സഹകരിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ കലഹിക്കാത്ത സമൂഹമായി നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽപ്പിനെ
ഇത് ഇപ്പോ ഈ കേരള സ്റ്റോറിയെ കുറിച്ചിട്ട് ആ സിനിമ വന്ന കാലം മുതൽ തന്നെ മാധ്യമങ്ങളിലും മറ്റേ ഫാക്ട് ചെക്കിംഗ് സൈറ്റുകളിലും എല്ലാം ഇതിൽ പറയുന്ന നുണകളുടെ വിശദാംശങ്ങൾ സമൂഹത്തിൽ നമുക്ക് പബ്ലിക്കായി ആക്സസ് ചെയ്യാവുന്ന പബ്ലിക് ഡൊമൈനിൽ ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുണ്ട്. എന്നിട്ടും എന്തോ ബോധവൽക്കരിക്കാൻ ഈ സിനിമ ഉപകരിക്കും. അതും ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ സമയത്ത്, ഈ ഇലക്ഷൻ സമയത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് സാമാന്യ ബുദ്ധിമുള്ള കണ്ണ് പകുതിയെങ്കിലും തുറന്നിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ്. മാത്രവുമല്ല, ഈ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേന്ദ്ര ഭരണകക്ഷി നേരിട്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ അടക്കം അവരുടെ പ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും സാമ്പത്തികമായി ഞെരുക്കാനുള്ള കോൺഗ്രസിന്റെ ഫണ്ട് ഫ്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ CPM-ന്റെ ഫണ്ട് ഫ്രീസ് ചെയ്തു. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഇലക്ഷൻ കാലത്ത് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന, അനീതി എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പായിരിക്കും ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അത് ബോധവൽക്കരണത്തിനാണ് എന്ന് പറയുമ്പോൾ ജേക്കബ് പറയുന്ന ഇതിനപ്പുറം മനുഷ്യന് സത്യം കണ്ടെത്താനുള്ള വഴികൾ ഉള്ളതുകൊണ്ട് ഈ മതമേലധ്യക്ഷന്മാരുടെ താല്പര്യങ്ങൾ അവർ തന്നെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ ഇത്ര നഗ്നമായി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ നുണയിലൂടെ മറികടക്കാം എന്ന് വിചാരിക്കുകയും അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് അരുനിൽക്കുകയും ചെയ്യാം. ഞാനിതിനെ കാണുന്നത് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനമെടുത്തതിന് തീരുമാനം നമ്മൾ ഓർക്കണം. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ 2 ബിഷപ്പുമാർ, ഒന്ന് സീറോ മലബാർ സഭയുടെ പുതിയ തലവനായിട്ട് വന്നിട്ടുള്ള ബിഷപ്പും തിരുവനന്തപുരം രൂപതയുടെ ലത്തീൻ രൂപതയുടെ ബിഷപ്പും വളരെ കൃത്യമായി ദുഃഖവെള്ളിയാഴ്ച സന്ദേശത്തിൽ ഈ നാട്ടിലെ ഭരണ സംവിധാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് എങ്ങനെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുവെന്നും അവർ നടത്തുന്നതിൽ നല്ല പങ്കും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽക്കുന്ന മതേതര സ്വഭാവത്തെയും ജനാധിപത്യ സ്വഭാവത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായതുകൊണ്ട് ഇലക്ഷനിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കൃത്യമായ സന്ദേശം ഈ 2 രൂപതാ മെത്രാന്മാർ കൊടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് വീണ്ടും പ്രദർശിപ്പിക്കും എന്ന വാദഗതിയുമായിട്ട് ഇതിൻ്റെ യൂത്ത് വിങ് ആയാലും കുറേ ആളുകൾ വരുന്നത്. ഓർക്ക് അതിൻ്റെ പിറ്റേന്ന് ഈസ്റ്റർ ദിനത്തിൽ ജാവ്ദേക്കർ കോഴിക്കോട് ബിഷപ്പ് ഹൗസിൽ പോവുകയും കോഴിക്കോട് ബിഷപ്പ് അതിനുശേഷം രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക, ഒപ്പം ക്രിസ്ത്യാനികൾ അത്രയ്ക്കൊന്നും അരക്ഷിതരാണെന്ന് തോന്നുന്നില്ല എന്ന് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇത് വളരെ വ്യക്തമല്ലേ ഇതിനകത്തെ രാഷ്ട്രീയം. അത് ഇങ്ങനെ ഒരു സാധനം ഇനിയിപ്പോൾ ആ ലക്ഷ്യമില്ലാതെയാണ്, ഇതിൻ്റെ നുണ മനസ്സിലാക്കാതെയാണ് കുട്ടികളെ പഠിപ്പിക്കുക. അതും ഓർക്കണം, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ നുണ ഒരു പാഠപുസ്തകമായി നിങ്ങൾ കൊടുക്കുന്നത്. ഈ നുണയുടെ പാഠപുസ്തകമായി കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരവും അത് പ്രദർശിപ്പിച്ച് അതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ അത് ഞങ്ങൾ ഇനിയും പ്രദർശിപ്പിക്കും എന്ന് പറയുന്നതും അങ്ങനെ പറയുന്നവർക്ക് ഈ നാടിൻ്റെ ജനാധിപത്യ മതേതര സംവിധാനത്തിൽ യാതൊരു വിശ്വാസവുമില്ല. അത് തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ കൂടുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.